ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു യാത്രയൊക്കെ പോയിട്ട് വരാം കേട്ടോ. എന്നും ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുകയല്ലേ. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോകാൻ ഇറങ്ങിയതാണ്. പിന്നെ ശുഭലക്ഷണം പോലെ എൻ്റെ പുത്രൻ നല്ല ഭംഗിയിലൊക്കെ ഒരുങ്ങി വന്നിട്ട് അവിടെ ഒന്ന് സാഷ്ടാംഗം പ്രണമിച്ചിട്ടുണ്ട്. പിന്നെ വീടിന് വീട്ടിൽ നമ്മൾ എടുക്കാൻ പാടില്ലല്ലോ. പിന്നെ വീട്ടിൽ പോയി വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നേരെ നമുക്ക് വളാഞ്ചേരിയിലേക്കാണ് ആദ്യം പോകേണ്ടത്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്തിയ ഒരു 15 മിനിറ്റ് അവിടെ ലൈവ് വെയിറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഫുട്ബോൾ ടീമിന്റെ ചിത്രം കാണുന്നത്, പോലെ ഫ്ലെക്സ് കണ്ടത്. അപ്പൊ അതിൽ ഓരോരുത്തരെ അനുകരിക്കുകയാണ് കേട്ടോ. പേര് പറഞ്ഞു കൊടുത്താൽ അവർ അനുകരിച്ച് കാണിച്ചു തരും. അപ്പൊ ചെസ് നമ്പർ 1 കഴിഞ്ഞാൽ പിന്നെ ചെസ് നമ്പർ 2 വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ് പിടിച്ച് നമ്മൾ വളാഞ്ചേരിയിലേക്ക് പോയി. അവര് ഏട്ടൻ നമുക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഏട്ടന്റെ വണ്ടിയിൽ പോകാനാണ് പ്ലാൻ. വെറുതെ ഏട്ടന് തിരൂര് ബസ്സിലാണ് ഇന്ന് പറക്കണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ചെന്ന പാടെ ആദ്യം ഭക്ഷണം അങ്ങോട്ട് സെറ്റാക്കാന്ന് വിചാരിച്ചിട്ട് ബിരിയാണി ആയിട്ട് കഴിച്ചു. പക്ഷെ 10-15 മിനിറ്റ് കൊണ്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ടോ, അപ്പോഴേക്കും വണ്ടി എടുക്കുന്ന പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം വേഗം ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളായിരുന്നു ബസ്സിൽ കയറി. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ ഇതാണ്. കാരണം ഏട്ടൻ ബസ് ഓടിക്കുന്നത് മക്കൾ കണ്ടിട്ടില്ല ഇതുവരെ. ഏട്ടൻ്റെ ബസ്സിൽ അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. കാറിലും നമ്മൾ ബൈക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ബസ് ഓടിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പൊ അവർക്കൊരു ആഗ്രഹം കാണണം. പിന്നെ ചെറുതായിട്ട് എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് പറയാം, ഇല്ലത് ഞാൻ പറയില്ല. കാരണം പ്രണയിക്കുന്ന ടൈമിലാണ് ഏട്ടൻ്റെ ബസ്സിൽ ഞാൻ പോയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ടൊരു വട്ടം കണ്ടോ ഞാൻ പോയിട്ടുള്ളത്. കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ലോറിയിലൊക്കെ ആയി. അപ്പൊ അതങ്ങനെ കുറേ ആയി പോയിട്ട്. അപ്പൊ ആ ഒരു ഫീലൊക്കെ ഒന്നും കൂടെ കിട്ടാൻ ഞാനും ഇറങ്ങി തിരിച്ചു കേട്ടോ. പിന്നെ എന്താ പറയാ, ഒരുപാട് സന്തോഷം. കാരണം അന്നത്തെ ആ ഒരു ഫീലിംഗ് എന്തായാലും ഇപ്പൊ കിട്ടൂല. പക്ഷെ എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരതൊക്കെ കണ്ട് ഞങ്ങൾ തിരൂരിൽ വെറുതെ പോയി. പിന്നെ അവിടെ അധികം വെയിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ബസ്. അപ്പോൾ 5-10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞിടത്ത് ഒരു മിഠായി കിട്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് വളാഞ്ചേരിയിൽ വന്ന് ലാൻഡ് ചെയ്തു. എന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ടോ. പിന്നെ വീട്ടിൽ വരുമ്പോൾ ഏട്ടൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇന്നത്തെ കൂലി മൊത്തം ഞങ്ങൾ പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടൻ പറഞ്ഞു അധികം ഇവിടെ നിന്നാ ഇനി ശരിയാവില്ല, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലാണ്ടാവും, അതോടെ വേഗം വിട്ടോ എന്ന് പറഞ്ഞിട്ട് ചായ വാങ്ങി തന്നിട്ട് അവിടുന്ന് ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് ഏതായാലും ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബിരിയാണി കൂടെ നമ്മൾ പാഴ്സൽ വാങ്ങിയിട്ട് നേരെ നാത്തൂൻ്റെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അത് വീട് മാറിയിട്ടുണ്ട്. അപ്പൊ നേരെ അവിടെ പോരിയാണ് ആദ്യമായിട്ടാണ് പോണേ. അപ്പൊ വഴികാട്ടിയായിട്ട് രണ്ടാളും മുന്നേ പോകുന്നുണ്ട്. അവർ നേരത്തെ വീട് കണ്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അവിടെ കൊണ്ടുകൊടുത്തിട്ട് കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടുന്ന് പിന്നെ തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോകുന്നു. കാരണം ഞങ്ങളെ ഷട്ടിൽ ടൈം ആയിട്ടുണ്ട്. അപ്പോഴേക്ക് വീട്ടിലെത്തിയിട്ട് ഒന്നുകൂടെ ഒരു ചായ കുടിക്കണം. കാരണം പുറത്തുനിന്നത്തെ ചായ കുടിച്ചാലും വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ ചായ കുടിച്ചാലേ അതുകൊണ്ട് പൂർണ്ണമാവുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അവരെയും കുട്ടിപട്ടാളങ്ങളെയൊക്കെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ബസ് ഡ്രൈവർമാരായിട്ടുള്ള